കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയിൽ വീണ്ടും മരുന്നുക്ഷാമമെന്ന് പരാതി. ഡോക്ടർ എഴുതുന്നതിൽ പല മരുന്നുകളും സ്റ്റോക്കില്ലെന്ന് പറഞ്ഞ് രോഗികളെ മടക്കുകയാണ്. മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് മരുന്നില്ലെന്ന മറുപടി ലഭിക്കുന്നത്. നിർധന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്ന് ലഭിക്കുന്ന കാരുണ്യ ഫാർമസിയിൽ മരുന്ന് ക്ഷാമം തുടരുന്നുവെന്നാണ് പരാതി. ഡോക്ടർമാർ എഴുതി നൽകുന്ന കുറിപ്പടിയുമായി കാരുണ്യ ഫാർമസിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ലഭിക്കുന്ന മറുപടി ഇതാണ്. ആവശ്യമുള്ള മരുന്നുകളിൽ പലതും സ്റ്റോക്കില്ല. പിന്നെ ഈ മരുന്ന് തേടി വില കൂടുതലുള്ള സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ടി വരുന്നു. സാധാരണ 15 ഐറ്റംസ് ഒരു ഡോക്ടർ ഒരു കുറിപ്പ് നൽകുകയാണെങ്കിൽ പകുതിയോളം മരുന്ന് അവിടുന്ന് ലഭിക്കുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ സംഗതി. മറ്റു മെഡിക്കൽ ഷോപ്പിലേക്ക് സാധാരണ ഒരു സ്ഥിരം പല്ലവി എന്നുള്ളത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്നും വളരെ വിരളമായ 1-2 കിട്ടും. എന്നാലും രോഗിക്ക് കിട്ടേണ്ട മരുന്നുകൾ സാധാരണക്കാരൻ വില കൊടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥ നിലവിലുണ്ട്. ഉള്ള മരുന്ന് ലഭിക്കാനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടിയും വരുന്നുണ്ട്. ഫാർമസിയിൽ പോയിട്ട് രാവിലെ 8 മണിക്ക് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ മരുന്നുമായി ബന്ധപ്പെട്ട ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, ഇന്ന് എനിക്കുണ്ടായ അനുഭവം തന്നെ ഞാൻ പറയാം. രാവിലെ 9 മണിക്ക് പോയിട്ട് എനിക്ക് കിട്ടുന്ന മരുന്ന് 12:15 കാരണം ICUവിൽ അഡ്മിറ്റായ സീരിയസ് മാറ്ററായ വിഷയങ്ങൾക്ക് പോലും പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന നിർധന രോഗികളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. സ്റ്റോക്ക് തീർന്ന പല മരുന്നുകളുടെയും പുതിയ സ്റ്റോക്ക് എത്താനുണ്ടെന്ന വിശദീകരണമാണ് ഫാർമസി അധികൃതർ പറയുന്നത്. മീഡിയ 1 കോഴിക്കോട്.